ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് നെയ്ച്ചോറിൻ്റെ അരിയിൽ ഒരു മജ്ബൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം കുക്കറിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളകും മല്ലിയും ജീരകം, അതുപോലെ ഗ്രാമ്പു, കറുകപ്പട്ടയും ഏലക്കയും പിന്നെ കറുകട ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരളവ് നമ്മൾ 2 ഗ്ലാസ് അരിയും ചെറുതായിട്ട് കട്ട് ചെയ്ത 4-5 പീസ് ചിക്കനും മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ശേഷം ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. മാഗി ക്യൂബൊന്നും ഇതിലോട്ട് ആഡ് ചെയ്യണില്ല, പകരം ചിക്കൻ്റെ 2 പീസ് നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു വലിയ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ പൊടികളായിട്ട് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇത് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയാണ് കേട്ടോ. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മന്തി മസാല ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം കൂടെ മിക്സാക്കി എടുത്തതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ ആ ചിക്കനിലും മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. ശേഷം വെള്ളം ഒഴിക്കണം. വെള്ളം നമ്മൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ്. അതിൽ തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവൊന്നും മുന്തി നിൽക്കണം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മന്തി മജ്ബൂസൊക്കെ ആകുമ്പോൾ ആ ചോറിലും ചിക്കനിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവണം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 4 പച്ചമുളക് കട്ട് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ആ വഴറ്റണ സമയത്ത് ആഡ് ചെയ്താൽ മതി. അതുപോലെ ക്യാരറ്റ് ഇപ്പോൾ ഞാൻ ചേർക്കണുണ്ട്. ഒരു ചെറിയ പീസ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഫൈനലി നമ്മുടെ അരി, ഇത് നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ അരി തന്നെയാണ്. അപ്പോൾ അത് കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം. ഇനി കുക്കർ ക്ലോസ് ചെയ്തിട്ട് കറക്റ്റ് ഇതിനെ ഒരു വിസലിൽ വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് തക്കാളിയുടെ ഒരു ചമ്മന്തി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ മിക്സിയിലോട്ട് ആദ്യം ഒരു തക്കാളി കട്ട് ചെയ്തിട്ടു. പിന്നെ അതിലോട്ട് പകുതി സവാളയും 2 പച്ചമുളകും അതുപോലെ 3 വെളുത്തുള്ളിയും കൂടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ കൂടുതൽ റെസിപ്പീസിനും വേണ്ടിയിട്ട് കമൻറ്റും കൂടെ ചെയ്തേക്കാം. ഇനി കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. അധികം ആവരുത്, കാരണം അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. പിന്നെ കളറിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യണത്. ഫൈനലി നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ചമ്മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഫൈനലി ഒരു നുള്ള് പഞ്ചസാര, അത് ഓപ്ഷണലാണ്, എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രം. ഇതുപോലുള്ള റൈസ് ഐറ്റംസിന് മാച്ചായൊരു പെർഫെക്റ്റ് ചമ്മന്തി തന്നെയാണിത്. അങ്ങനെ ആ മജ്ബൂസ് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കിഡിലർ റെസിപ്പിയാണ് ഗൈസ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.